ഇന്ന് നമ്മുടെ 17ാമത്തെ ദിവസമാണ് സമരപന്തലിലോട്ട് വന്നത്. ആദ്യം ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ഓരോ കഷ്ടത ഞങ്ങളുടെ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങൾ കൊണ്ടാണ് ഈ സമരരംഗത്തോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളെ സർക്കാരിനെതിരെയോ ഒന്ന് പറയാനോ അവർക്കെതിരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നുമല്ല. അവരെ സംസ്ഥാന സർക്കാരിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കാനോ ഭരിക്കാനോ ഒന്നുള്ള രീതിയിലല്ല, നമ്മുടെ അവകാശങ്ങൾ നേടണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4-5 ദിവസം സമരം, 2-3 ദിവസവും ചർച്ചയ്ക്കൊന്നും വിളിച്ചില്ല. 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചയ്ക്കോട്ട് വിളിച്ചു. ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് അത് വെറും പ്രഹസനമായിരുന്നു. നിങ്ങൾ സമരം മതിയാക്കി പോകണം എന്നുള്ള രീതിയിലും, ഇത് നിങ്ങൾ ആരോ ആവശ്യമില്ലാത്ത സമരമാണെന്നും പിന്നെ നിങ്ങൾ ആരൊക്കെയോ കുത്തിത്തിരിച്ചു ഇതിലോട്ട് കൊണ്ടുവന്നതാണ്, നിങ്ങൾ തളിച്ചു കൊണ്ടുവന്നതാണെന്നുള്ളവരെ അനാവശ്യമായിട്ടുള്ള ഞങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കണമെന്ന് പത്രങ്ങളിൽ 13,200 രൂപ അടിച്ചു വരിക, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, നിങ്ങൾ പറയുന്ന ഇതെല്ലാം, പക്ഷെ നിങ്ങളൊരു സംഘടന ശരിയല്ലെന്നും നിങ്ങൾ ആ സംഘടനയുടെ കീഴിൽ ചർച്ച ചെയ്താൽ ഞങ്ങൾക്ക് അങ്ങനെ ഇത് അനുവദിക്കാൻ ബുദ്ധിമുട്ടാണെന്നും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കളിയാക്കലും, ഈ കളിയാക്കലാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അന്ന് സംസ്ഥാന സർക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ്, ഞങ്ങളെ കേരളത്തിന്റെ അവസ്ഥകൾ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും, അവരുണ്ടാക്കിയ അവസ്ഥകളാണ് എങ്കിലും നമുക്ക് കുറെയൊക്കെ എന്തായാലും നമ്മുടെ ഒരു സംസ്ഥാന സർക്കാരല്ലേ, അപ്പം ആ ഒരു അവസ്ഥ. പക്ഷെ നിങ്ങൾ ഇപ്പൊ തൽക്കാലം പിരിഞ്ഞു പോയി നമുക്ക് എന്തെങ്കിലും ഒരു അനുകൂലം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്കൊരു ഇൻസെന്റീവ് ഓണറേറിയത്തിന് ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മളെ വിട്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പോകുമായിരുന്നു. പക്ഷെ ആ രീതിയിലല്ല അവരെ മുന്നിൽ വന്നത്. അതൊരു ഇങ്ങനെ ഒരു സംഘടന, ആൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു സംഘടനയുടെ കീഴിൽ ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ട് തന്നെ ആ സമരത്തിന് വളരെ രീതിയിൽ പിന്തിരിപ്പ് നയത്തോടു കൂടിയാണ് അവർ സമീപിച്ചത്. അത് മാത്രമല്ല നമ്മുടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സ്ത്രീകളാണ് ഈ രാത്രിയും പകലും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ ശരീരത്തിന് മാത്രം ഒരു തീ കൊണ്ട് ഞങ്ങൾക്ക് പൊള്ളിക്കാൻ പറ്റും, പക്ഷെ ഞങ്ങളെ മനസ്സിലെത്തി ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീൽഡിൽ പോവാനോ ആ ജോലി ചെയ്യാനോ പറ്റാത്ത സാഹചര്യങ്ങളാണ്. പക്ഷെ പല രീതിയിലുള്ള തരത്തിലുള്ള ഭീഷണികളും കാര്യങ്ങളും ഞങ്ങളത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന് കൂടുതലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല. ഞങ്ങൾ അതിനൊന്നും അല്ല വന്നത്. ഞങ്ങൾക്ക് അവരുടെ ഭീഷണിയും കാര്യം ഞങ്ങൾ അവർക്ക് എതിരല്ല, ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കുത്തിനോയിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഞങ്ങളായിട്ട് നിരന്തരം ചവിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളും തിരിച്ച് ചെറുതായിട്ടൊന്ന് കടിക്കാൻ ശ്രമിക്കണം. ഞങ്ങൾക്കും എല്ലാം അറിയാം, ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഞങ്ങളും 10-13 വർഷം കൊണ്ട് 10-18 വർഷം കൊണ്ട് ഫീൽഡിൽ പോകുന്നത് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള സേവനവും ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അവരുടെ ഈ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള മേഖലയുള്ള സേവനം മാത്രമല്ല, ഒരു പഞ്ചായത്തിന്റെ സേവനമായിരുന്നാലും ഒരു വില്ലേജ് ഓഫീസിന്റെ സേവനമായിരുന്നാലും ഇങ്ങനെ തുടങ്ങി ഏത് മേഖലയിൽ അവർക്ക് എന്ത് ചെയ്യണം, നിയമസഹായമായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. ഞങ്ങളോട് ആടിനെ പട്ടിയാക്കാനും പട്ടി ആടാക്കാനും പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. ആടാണെന്നും പട്ടിയാണെന്നും ആനാണെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ആരും തെറ്റിദ്ധരിപ്പിച്ചൂടെ കൊണ്ടുവന്നില്ല, സ്വമേധയാ വന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് തികച്ച ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിലല്ല ഞാനിവിടെ പ്രാധാന്യം കഴിക്കുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഇവിടെ സമരം ചെയ്യണം. ഞങ്ങളിവിടെ അവരെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിന്റെ ആൾക്കാർ പണ്ട് അവരെ കൊടി പിടിച്ചുകൊണ്ടിരുന്ന 3/4 പേര് ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് ഇന്നും ആ സർക്കാരിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അവരുടെ അവകാശം നേടണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. ആ പല സർക്കുലർ ഇറക്കി NHM-ന്റെ എന്ന് പറയും. 17 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് 17 വർഷം കഷ്ടപ്പെട്ട ഞങ്ങളെ മാറ്റിയിട്ട് ഈ സമരരംഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ മാറ്റുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിരന്തരം പറയുന്നത് ഞങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പോയി പൈസ വാങ്ങിക്കൊണ്ടോ എന്നല്ലേ പറയണം. കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെന്നല്ലേ പറഞ്ഞ. കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവര് നമ്മളെ മാറ്റാൻ ഇവർക്ക് എങ്ങനെ പറ്റണേ? NHM അല്ലേ, അത് ഞങ്ങൾ കേന്ദ്രത്തിൽ പറഞ്ഞോളാം. കേന്ദ്രത്തിൽ പറയേണ്ടവരടുത്ത് പറഞ്ഞ് അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തോളാം. അതിപ്പോ ഇവരറിയേണ്ട കാര്യമല്ല. ഇവർക്ക് കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത്. ആ 100 കോടി രൂപ കിട്ടാനുണ്ടെന്നല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ 3-4 ദിവസം കൊണ്ട് നമുക്ക് തുടരെ മുടങ്ങി കിടന്ന ഇൻസെന്റീവ്, ഓണറേറിയം മുതലായതും എല്ലാം വന്നു തുടങ്ങി. അതെങ്ങനെയാ സാറേ? അത് കേന്ദ്രത്തിൽ നിന്ന് ഉടനെ ഇങ്ങ് പൈസ വന്നോ? ഇല്ലല്ലോ. അപ്പോഴിവര് നമ്മളെ പാവപ്പെട്ട തൊഴിലാളിയൊക്കെ തരാതെ പിടിച്ചു വെച്ച് വകമാറ്റി ചിലവാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടല്ലേ ആ പൈസ ഇത്രയും പ്രക്ഷോഭത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് അവരിലെ തെറ്റുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് ആ പൈസയെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് അവരങ്ങ് മാറിപ്പോട്ടെ എന്ന് വിചാരിച്ച് പൈസ ഇട്ട് തന്നതാ. പക്ഷെ ആ പൈസ അത് ഞങ്ങൾ അർഹതപ്പെട്ടതാ. ഞങ്ങൾ
ജോലി ചെയ്ത പൈസ. അതിനു വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളെ അവകാശങ്ങൾ ഇനിയും, പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഇനിയും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ മരണപ്പെട്ടു പോയി. 16 വർഷം വർക്ക് ചെയ്തിട്ട് മരണപ്പെട്ടു പോയി. ആ അടുത്തൊരാള് ഇപ്പൊ മാനസിക രോഗത്തിന് അടിമയായി, വർക്കിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അവർക്കൊക്കെ ഈ സർക്കാർ എന്താ കൊടുത്തത്? ഒരു മരണാനന്തര ചടങ്ങെന്ന് പറഞ്ഞ പോലെ ഒരു 10,000 രൂപ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങള് പട്ടിയെ പോലെ ഞങ്ങൾ ഇറങ്ങിപ്പോണം. അപ്പോൾ ഞങ്ങളെ ഇത്രയും കാലം കരിമ്പിൻ ചണ്ടി പോലെ ജോലി ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ നല്ല രീതിയിലുള്ള നീരെല്ലാം ഊറ്റിയെടുത്തിട്ട് ഞങ്ങളെ കരിമ്പിന്റെ ചണ്ടി പോലെ എടുത്ത് കളയുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. അങ്ങനെയാണ് സ്ത്രീപക്ഷ സഹാരായിട്ടുള്ള ഈ ഒരു ആരോഗ്യമന്ത്രി അവിടെ ഇരുന്ന് ചെയ്യേണ്ടത്. നമ്മളെ എല്ലാ മേഖലയിലുള്ള സ്ത്രീകളും ഞങ്ങൾക്ക് മാത്രമല്ല, ഏതൊക്കെ മേഖലയിലുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്നോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അവരുടെ എല്ലാം പ്രതിനിധിയാണ് ഞങ്ങൾ. അവർക്ക് അംഗൻവാടി ടീച്ചർമാര്, വർക്കർമാര്, ടീച്ചർമാര്, ഹെൽപ്പർമാര്, പിന്നെ ഈ പാചക തൊഴിലാളികൾ, ഇവരെല്ലാം സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന മേഖലയാണ്. അവരിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ വിജയം അവരുടെ എല്ലാവരുടെയും വിജയമായിരിക്കും. ഒരു മാസത്തെ കുടിശ്ശിക ഇൻസെന്റീവ് മാത്രമേ കുടിശ്ശികയുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയതായിട്ട് അംഗീകരിക്കുന്നു. സംസ്ഥാന സർക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് 6,000 രൂപ ഇൻസെന്റീവ് അനുവദിച്ച് പല ഘട്ടങ്ങളിലായിട്ടാണ്. ഞങ്ങൾ ഇതുപോലെ ഓരോ ഘട്ടവും സമരം ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ സമരം നടത്തുമായിരുന്നു. ആ സമരത്തിന് മുന്നിൽ 1000 രൂപ കൂട്ടി ഈ 9 വർഷം ഇവർ ഭരിക്കാൻ തുടങ്ങി. 9 വർഷമായി ഇവരുടെ തുടർഭരണം കെട്ടിയിട്ടു. ഇതെല്ലാം കൂടെ കെട്ടി നമ്മളെ 6,000 രൂപ അവർ തന്നെയാണ് തന്നത്. പക്ഷെ ഇനി ഇവരുടെ ഈ കേരളത്തിൽ മാത്രം സംസ്ഥാന സർക്കാർ ഒരു കനൽ പോലെ ഇങ്ങനെ ഒരു തരിവുണ്ട്. അതിനെ കൂടെ അണയ്ക്കാതെ സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ ഒരു ബാധ്യതയാണ്. അത് അവര് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പരിഗണിക്കണം. അല്ല അത് ഇനി ഏത് സർക്കാരല്ല, അടുത്ത് കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നാലും ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാവും. അതിനി ഇവര് പിന്തുണയായിട്ട് കോൺഗ്രസ്സുകാർ എല്ലാവരും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് നടത്തുന്ന സമരം മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഇതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ താർത്താൻ നോക്കണ്ട. ഞങ്ങളിന് മരണം വരെ ഈ സമരം. ഇന്ന് എന്റെ കുഞ്ഞിനെ എന്റെ മോളെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ വേറെ ആളിനെ നിർത്തിയിട്ടാ വന്നത്. പക്ഷെ എനിക്ക് ഈ സമരരംഗത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളവർ, ഞാൻ വന്നില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുമെങ്കിലും എന്തോ നടക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇനി ഞങ്ങളെ കുറച്ച് ഭീകരവാദികളാണെന്നുള്ള ഇതുണ്ട്. ഞങ്ങൾക്കിപ്പോ പേടിയുണ്ട് സാറേ അത് ഒരു കാര്യത്തിൽ. എന്താന്ന് വെച്ചാലേ, ഇനി ഏതെങ്കിലും കേരളത്തിലെ ഇഷ്ടംപോലെ തീവ്രവാദികൾ കടന്നു കയറാറുണ്ട്. അവരെ ഒന്നും സംസ്ഥാന സർക്കാർ കാണൂല. അത് കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പൊക്കിക്കൊണ്ട് പോകുമ്പോഴേ സംസ്ഥാന സർക്കാർ അറിയൂ ഇത് ഭീകരവാദിയാണെന്ന്. അതുപോലെ ഇനി ഏതെങ്കിലും ഭീകരവാദിയെ ഈ സർക്കാർ കൊണ്ടൊന്ന് ഞങ്ങളുടെ ഇടയിൽ ഇരുത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇരുത്തിയിട്ട് എന്തെങ്കിലും ഇതുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കാം. അതൊരിക്കലും നടക്കില്ല. ഞങ്ങളെ ഒരാളിനെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾ എല്ലാ തരത്തിലും എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പഠിച്ചിട്ട് തന്നെയാണ് ഈ സമരരംഗത്തോട്ട് ഇറങ്ങി. ഞങ്ങളെ സംഘടനക്കാർ കുത്തിത്തിരിച്ചോണ്ട് ഞങ്ങളാണ് സംഘടനയോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സമരരംഗത്തോട്ട് പോകണം, നമുക്ക് ഇനി ഇങ്ങനെ ഒരു സമരം നടത്തിയാലേ പറ്റും. ഞങ്ങൾ ഇനി സമരരംഗത്ത് വരില്ല. ഇനി ഈ സെക്രട്ടറിയുടെ അടുത്ത്, ഈ ഭരണസമിതിയുടെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചൊരു തീരുമാനം ഉണ്ടാക്കിയാൽ ഇനി ഞങ്ങൾ ഈ സമയത്ത് വരില്ല. ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ മാത്രം മതി. ഞങ്ങൾ ഇനി സമരരംഗത്തോട്ട് വരില്ല.